ഇറാനെ ഒരുപക്ഷെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൽ, യുദ്ധത്തിൻ്റെ സമയക്രമം തീരുമാനിച്ചതിൽ, യുദ്ധത്തിന് പറഞ്ഞ കാരണങ്ങളുടെ മേന്മ, പറഞ്ഞ കാരണങ്ങൾ ആണവ ആയുധങ്ങളുണ്ട് എന്നതല്ലേ, ആണവായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു കാരണം, ഇതൊക്കെ ഒരു കാരണം മാത്രമാണ്. ഈ കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാനാണെങ്കിൽ ലോകത്ത് എത്രയോ രാജ്യങ്ങൾക്കെതിരെ, ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ലോകത്ത് 50-ലധികം രാജ്യങ്ങളുടെ ഗവൺമെൻറ്റുകളെ പുറത്താക്കേണ്ടതാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേര് പറഞ്ഞാൽ 100-ലധികം രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കേണ്ടതാണ്. ഒരു കൃത്യമായ കാരണമൊന്നും പറയാനാവില്ല. ഇറാൻ്റെ ജനത പീഡിപ്പിക്കുന്നു, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കും, ഇറാൻ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ തുടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമണം നടത്തി. ഇപ്പോൾ കുടത്തിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ടു. തിരിച്ച് കുടത്തിലേക്ക് ആവാഹിച്ച് കയറ്റാൻ കഴിയുന്നതുമില്ല. യുദ്ധം കൈവിട്ടുപോയി എന്ന ഒരു ചിന്തയിലാണ് അമേരിക്കയിലെ തന്നെ ചില തിങ്ക് ടാങ്കുകൾ. ഇതെങ്ങനെ പിടിച്ചു കെട്ടും? അപ്പോൾ ലോകവിപണികൾ ലെൻറ്റേഴ്സിൻ്റെ ടെയിൽ സ്പിൻ. അപ്പം അതാണ് തീർച്ചയായും അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻപൻ മാർക്കറ്റാണ്. കാരണം അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. അമേരിക്കൻ മാർക്കറ്റുകൾ ആത്യന്തികമായി തകരും. അമേരിക്കൻ മാർക്കറ്റ് തകർന്നു കഴിയുമ്പോൾ അമേരിക്കയുടെ പൊതുജന അഭിപ്രായം ഉണർന്നേ മതിയാവൂ. ആ രീതിയിൽ കാര്യങ്ങൾ നീട്ടിയെടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നു. ചൈനയും റഷ്യയും സാഗൂതം കളി കാണുന്നു. അവരും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ്. ചൈന പ്രത്യേകിച്ചും സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ്.